ജനപ്രിയ താരം പെരേന അതിരടി സിനിമ കണ്ടായിരുന്നോ? എങ്ങനെയുണ്ട് അതിന്റെ അഭിപ്രായം? അതിരടി ഇപ്പൊ രണ്ടാഴ്ച തിയേറ്റർ ഓടിക്കൊണ്ടിരിക്കുന്നു. മെയിലാണ് റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പോ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാല് ടൊവിനോന്റെയും ബേസിൽ ജോസഫ് സെന്ററിന്റെയും ഗംഭീര പെർഫോമൻസ് ആണ്. ഒരു ഔട്ട് ആൻഡ് ഔട്ട് ഒരു കോമഡി പടത്തിനുപരി ഒരു കോളേജ് സ്റ്റോറിയാണ് പറഞ്ഞു വയ്ക്കുന്നത്. പിന്നെ നമ്മുടെ ക്ലാസ്മേറ്റിന് ശേഷം നമ്മുടെ ലാൽ ജോസ് സാറിന്റെ ടച്ച് ആ പടത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് വിനീത് ശ്രീനിവാസനായിട്ടാണ് തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. നടനും സംവിധാനമായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ തന്നെ പേരിലാണ് അദ്ദേഹം വന്നു വരുന്നത്, പാട്ടുകാരനായിട്ട് തന്നെ സ്റ്റേജിൽ. അപ്പോൾ എന്തായാലും ഒരു കോളേജ് മൂവിയാണ്. ഒരു കോളേജിലേക്ക് വിനീത് ശ്രീനിവാസൻ എത്തുന്നു. അത് തടയാൻ കുറച്ച് ആൾക്കാർ, തുടർന്നുള്ള സംഭവ വികാസങ്ങളാണ് അതിരടി സിനിമ സൂചിപ്പിക്കുന്നത്. എത്ര മാർക്ക് കൊടുക്കാം 10-ല്? പിന്നെ ഇതില് ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്ന കോളേജാണല്ലോ, ഒരുപാട് കോളേജുകൾ. അപ്പൊ അതിൽ തന്നെ ഈ ഫെസ്റ്റ് വരുമ്പോ ഒരുപാട് പേര് മരണപ്പെടുന്നുണ്ട്. ഈ ഭയങ്കര എന്താ പറയാ സ്ട്രഗിൾ ഒക്കെ നടക്കുന്ന സമയത്തെ ഒരുപാട് പേര് ഓടിക്കൂടുമ്പോൾ പെട്ടെന്ന് ശ്വാസം കിട്ടാനില്ലാണ്ട് അല്ലെങ്കിൽ അടി കൊണ്ടിട്ട് മരണപ്പെടണോ അതോ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്, എടുത്ത് കാണിക്കുന്നുണ്ട്. പലയിടത്തും നടക്കുന്ന സംഭവമായിരിക്കാം, ആണ് വളരെ വായിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെ അതിരടി എന്നുള്ള സിനിമ പലർക്കുള്ള മെസ്സേജാണ്. കോളേജിൽ പഠിക്കുമ്പോ പിള്ളേര് ആണെങ്കിലും അത് ഒന്ന് നമ്മള് ഒരു മനസ്സിലാക്കിയിട്ടൊക്കെ ഫെസ്റ്റ് ഒക്കെ നടത്തുക. പിന്നെ ഒരു എന്താ പറയാ നമുക്കൊരു ഡിസിപ്ലിൻ കൺട്രോൾ ചെയ്ത് പോവുക. കോളേജ് ആണെങ്കിൽ പോലും ഫെസ്റ്റും കോളേജ് ഡേ ഒക്കെ നടത്തുമ്പോൾ ഒരു ഡിസിപ്ലിൻ മൈൻഡായി പോയി. ഇത് ഏത് സബ്ജക്റ്റ് ആണ്? റൊമാൻറ്റിക് ആണോ അല്ലെങ്കിൽ ആക്ഷൻ ആണോ അല്ലെങ്കിൽ എന്റർടൈനർ ആണോ? ആക്ഷൻ, കോമഡി, റൊമാൻസ് എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ കുറച്ച് റൊമാൻസ് ഉണ്ട്. ടൊവിനോ ഒരു എന്താ പറയാ ഭർത്താവായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിനകത്ത് വ്യത്യസ്ത റോളാണ്. ആ താടിയാണെങ്കിലും ആ ലുക്ക് ആണെങ്കിലും വ്യത്യസ്തം നിറഞ്ഞൊരു കഥാപാത്രമാണ്. പിന്നെ ടൊവിനോയുടെ ക്യാരക്ടർ വൈസ് ഒരു കൊമേഡിയനാണ്. പുള്ളിയുടെ പല സാധനങ്ങളും നമുക്ക് കാണുമ്പോൾ, സാധനങ്ങളെന്ന് പറഞ്ഞാൽ ഡയലോഗ് ഡെലിവറിയുടെ നമുക്ക് കേൾക്കുമ്പോൾ തമാശയായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മള് പണ്ട് ദിലീപ് ഏട്ടനൊക്കെ ചെയ്ത സ്ലാപ്സ്റ്റിക് കോമഡി ഉണ്ടല്ലോ, അത് ടൊവിനോ ഈ പ്രാവശ്യം പിടിച്ചിട്ടുണ്ട്. അല്ല, എത്ര മാർക്ക് കൊടുക്കാം 10-ല്? 10-ല് ഒരു 8.5 മാർക്ക് കൊടുക്കും. ഓക്കെ, എന്നാ ശരി.